യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അദ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമി പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഞങ്ങളുടെ ഇവിടുത്തെ ആളുകൾ തന്നെയും ഒരുമിച്ച് കൂടി വിപുലമായിട്ടാണ് എല്ലാ വർഷവും നടത്തി വരാറ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലത്തെ മസാല. മല്ലി, വറ്റൽമുളക്, കുറച്ച് സുഗന്ധദ്രവ്യങ്ങൾ, ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇറച്ചിയിലിടുന്ന ഒരു സാധനമാണ് ചണ്ണകം എന്ന് പറയും. ഇത് വീട്ടിൽ നിന്ന് അരച്ചുകൊണ്ടുവരും, തേങ്ങയും മഞ്ഞളും കൂട്ടിയിട്ട്. പിന്നെ ഇറച്ചിയിലിടുന്ന ഒരു സാധനമാണ് ഇത്, സർവ്വസുഗന്ധി എന്നാണ് ഇവിടെ പറയൽ. പിന്നെ ചോറിലിടുന്ന ഒരു പ്രധാനപ്പെട്ട ഇലയാണ്, അതിൻ്റെ പേരെനിക്കറിയില്ല. നെയ്ച്ചോറിലൊക്കെ ഇടും, നല്ല സ്മെല്ലാണ് അതിടുമ്പോൾ. പിന്നെ തേങ്ങ ചിരകിയത് കൂടി ഇടും. ചോറിന് മുകളിലേക്ക് പെരഞ്ചീരകം പൊടിച്ച് വിതറും. പല ആളുകളുടെ പല ദിവസങ്ങളായിട്ടുള്ള അധ്വാനമാണ്. ഒന്ന് കണ്ടിട്ട് വരാം. ഇതിലൊക്കെ ഒരുപാട് സാമൂഹിക ഗുണങ്ങളുണ്ട്. ഇതിനൊക്കെ പല രീതികളിൽ എതിർക്കുന്ന ആളുകളുണ്ട്. ആത്മീയത ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. വലിയ തലയെക്കെട്ടും കെട്ടി ഞാൻ ഷെയ്ഹോണ് കുത്തുപോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതിൻ്റെ ബാക്കിൽ ഇഷ്ടം പോലെ ആളുകളെയും കിട്ടും സപ്പോർട്ട് ചെയ്യാൻ. ഇനി ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വവൽക്കരിച്ച് കറാമത്തുകളെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മക്ബറ കെട്ടിയിട്ട് അതും മുതലാക്കുന്ന ആളുകളുണ്ടാവും. ഇതിലൊക്കെ ഒരുപാട് ക്രമക്കേടുകളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന് കുറ്റം പറയുന്ന കുറേ ആളുകൾ വേറെയുണ്ട്. ഇതൊന്നും ആരുടെയും കുടുംബ പരിപാടിയല്ല, ഇതെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. അതപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ഉള്ള ഉത്തരവാദിത്തം ഓരോ ആളുകൾക്കുമുണ്ട്. പക്ഷെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എതിർക്കുന്നത് ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ എതിർത്താലാണ് ഈ നാട്ടിൽ നീതി, ന്യായം, ധർമ്മം ഇതൊന്നും ഇല്ലാണ്ടാകുക. ഇങ്ങനെയുള്ള പരിപാടികൾ ഉള്ളത് കൊണ്ടാണ് എല്ലാ നാടുകളിലും പരസ്പര സ്നേഹവും സൗഹാർദ്ദവും നിലനിന്ന് പോകുന്നത്. ഇനിയുള്ള കാലം ദൈവവിശ്വാസികളായ ആളുകൾ ബുദ്ധിയില്ലാത്ത പഴഞ്ചൻ ആളുകളായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് അറിഞ്ഞും അറിയാണ്ടും ഒരുപാട് ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടുമിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളും ഈ സോഷ്യൽ മീഡിയാസും എടുത്തു നോക്കൂ. നിലവാരം കുറഞ്ഞ കോമഡികളും ഇതൊക്കെ വെള്ള സംഭവമാണെന്ന് കരുതി അടിച്ചിമർക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഇത് തന്നെയാണ് ശരി, ഇങ്ങനെ തന്നെയാണ് ആവേണ്ടത് എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറും. ഏതെങ്കിലും രീതിയിൽ മതത്തെ ഇല്ലാതാക്കിയാലാണ് ഈ ലോകത്ത് അധർമ്മം വിളയാടുക. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും. അതിനെ എളുപ്പമാക്കി കൊടുക്കലാണ് കുറേ മതത്തിലുള്ള ആൾദൈവങ്ങൾ ഉണ്ടാവലും, കുറേ ആചാരങ്ങളും, കുറേ മതം ചൂഷണം ചെയ്യുന്ന, ആത്മീയത ചൂഷണം ചെയ്യുന്ന ആളുകളും. അത് സ്വലാത്തിൻ്റെ പേരിലായിക്കോട്ടെ, എല്ലാറ്റിൻ്റെ പേരിലായിക്കോട്ടെ, കറാമത്തും മറ്റേതും മറിച്ചതൊക്കെ പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതത്തെ മോശമാക്കി ചിത്രീകരിക്കും. ഞാനൊരു മതവിശ്വാസിയാണ് എന്ന് പറയുന്നത് ഒരു 10 ആൾ കൂടുന്ന സ്ഥലത്ത് ഒരു കുറച്ചിലായിട്ട് മാറും. പ്രത്യേകിച്ച് പെൺകുട്ടികൾ മരിക്കാൻ നേരത്ത് ഒരു തുള്ളി വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമെന്ന് വേണ്ടായേ. ഇപ്പം തന്നെ നോക്കിക്കോ, നിങ്ങളെ കുട്ടികൾ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്, അവർ മൈൻഡ് എങ്ങനെയാണ് മാറുന്നത്, അവർ മൈൻഡ് എന്താണ് ഇപ്പോൾ, അതൊന്ന് നോക്കി നോക്കും. ഇനിയുള്ള കാലം നന്മയും തിന്മയും സത്യവും അസത്യവും ശരിയും തെറ്റും യാഥാർത്ഥ്യം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. ഒരു നബിയും അവരുടെ സമൂഹത്തിനോട് ദജ്ജാലെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ കഴിഞ്ഞു പോയിട്ടേയില്ല. എല്ലാവരും 5 നേരം വെച്ച് കാവലിനെ തേടുന്നുണ്ടല്ലോ. ഓനെ കണ്ടാൽ പോലും തിരിച്ചറിയൂല. അത്രയും നല്ല ചാരിറ്റി ചെയ്യുന്ന ആളായിരിക്കും. പെണ്ണുങ്ങളൊക്കെ അവൻ്റെ പിന്നാലെ ഓടിപ്പോവും. പെണ്ണുങ്ങൾ ഓടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി അവരെ പിടിച്ച് കെട്ടിയിടും. ഇതൊക്കെ ഹദീസിലുള്ള ആശയങ്ങളാണ് പറഞ്ഞത്. ശൈത്താൻ നല്ലത് പറയൂലേ? സഹാബീൻ്റെ അടുത്ത് വന്ന് ആയത്തുകുർസി പഠിപ്പിച്ചു കൊടുത്തയാരാ? ശൈത്താനാണ്. ബാബി, നീ ചെകുത്താൻ വേദമോതുന്നത് കേട്ടിട്ടുണ്ടോ? എന്തിനാ ബദർ യുദ്ധം ഉണ്ടായത്? ശിർക്കിനെതിരെ തൗഹീദ് ഏറ്റുമുട്ടിയാണ്. അങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറയുന്ന കുറേ ആളുകൾ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു നബിയും തൗഹീദിനെതിരെ യുദ്ധം ചെയ്തിട്ടേ ഇല്ല. തൗഹീദ് എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ട്രൂത്താണ്. പഞ്ചസാരക്ക് മധുരമുണ്ട്. ഒരാൾ പറയുന്നത് പഞ്ചസാരക്ക് കയ്പാന്ന്, ഓൻ്റെ വായിൽ തിരികെ ഇട്ടാലും ഓൻ പറഞ്ഞത് അതിന് കയ്പാന്ന്. ആരെങ്കിലും ഓനോട് യുദ്ധം ചെയ്യാൻ പോവോ? ഇല്ല. അങ്ങനെ പല തെറ്റിദ്ധാരണകളുമുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ശിർക്കിനെതിരെ ആദ്യമായിട്ട് വാളെടുത്ത
12-ാം നൂറ്റാണ്ടുകാരനായ ഇമാം സ്വാബി തങ്ങൾ അവരെക്കുറിച്ച് എന്താ പറഞ്ഞത്? അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നുവെന്ന് തഫ്സീർ സ്വാബിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിൽക്കാലത്ത് അതൊക്കെ മാറ്റത്തിരുത്തലുകളൊക്കെ വന്നു. എത്ര ഇമാമിങ്ങളെയാണ് കൊന്നത്? നബിതങ്ങൾ എന്തിനാ തബൂക്കിലേക്ക് പോയത്? അവിടെയുള്ള അവിശ്വാസികളെയും മുശ്രിക്കീങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ? അലി റളിയല്ലാഹു അൻഹു ഹവാരിജീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തത് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ? ഹവാരിജീങ്ങളെല്ലാം മുസ്ലിങ്ങളല്ലേ? ധർമ്മത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഒരു മുസ്ലിമായ സ്ത്രീ ഒരു പൂച്ചേനെ കെട്ടിയിട്ടിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെ അത് ചത്തതിന് കാരണം ആ സ്ത്രീ നരകത്തിലാണെന്ന് പറഞ്ഞില്ലേ ഹദീസ്? ഒരു വ്യഭിചാരിയായ സ്ത്രീ പിളക്കാൻ കൊടുക്കുന്ന ഒരു പെണ്ണ് ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ആ പെണ്ണ് സ്വർഗത്തിലാന്ന് പറഞ്ഞ് ഹദീസ് എത്രയോ കേട്ടിട്ടുണ്ട്. ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ അർത്ഥം. ലോകത്ത് അനീതിയും അധർമ്മവും വർദ്ധിക്കുമ്പോൾ സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുഷ്ടരെ ശിക്ഷിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനും വേണ്ടിയാണ് ഓരോ യുഗത്തിലും അവതാരമെടുക്കുന്നത്. സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയും ക്രമവും നിലനിർത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഈ അടിസ്ഥാന ആശയം മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എല്ലാ വർഷവും ചോറിൽ കറിയും ഒഴിച്ച് മുണുങ്ങിയിട്ട് പോകലല്ലാണ്ട് ഇതുകൊണ്ടൊരു കാര്യവുമില്ല. സത്യത്തിന്റെ തീയായി കത്തും ധർമ്മം കാക്കാൻ ഉയർന്ന സ്വരം കാലം اللهم لا تدع الراحمين اللهم صل على اشرفهم وفضل الله